നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ജീവികളിലെ, പക്ഷിപ്പറവകളിലെ സ്നേഹവും കരുണയും നമ്മെ അത്ഭുതപ്പെടുത്തും. എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് തത്ത. തത്തയെ വീടുകളിൽ വളർത്താറുണ്ട്. മനുഷ്യ സംസാരം അനുകരിക്കാൻ കഴിവുള്ള പക്ഷിയാണ് തത്തമ്മ. ഒരു തത്തയുടെ വീഡിയോ കാണാം. തന്റെ ഇണ ചത്തുപോയി. ഉടമസ്ഥൻ അതിനെ കുഴിച്ചു മൂടുമ്പോൾ അതിന്റെ മറ്റൊരു ഇണയായ തത്ത കുഴിയിൽ നിന്ന് അതിനെ പുറത്തേക്കെടുക്കാൻ ശ്രമിക്കുന്നു. അതിന് സ്നേഹ ചുംബനം അർപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. സ്നേഹവും കരുണയും മനുഷ്യരിൽ മാത്രമാണ് ഇല്ലാത്തത്. കാരുണ്യം പറ്റിയ സമൂഹമായി അവർ അധപ്പതിക്കുമ്പോൾ ഈ ജീവികൾ മനുഷ്യർക്ക് മറുപടിയാണ്, പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ഇവിടെ സ്മരണീയമാണ്. അള്ളാഹുവിന് 100 കാരുണ്യമുണ്ട്. ആ കാരുണ്യത്തിൽ ഒരു അംശം മാത്രമേ ഈ ലോകത്തേക്ക് ഇറക്കിയിട്ടുള്ളൂ, ഒരു ഭാഗം മാത്രം. ആ കാരുണ്യം ഇറക്കിയത് കൊണ്ടാണ്, ആ കാരുണ്യം കൊണ്ടാണ് ഈ ലോകത്തുള്ള ജീവജാലങ്ങൾ പരസ്പരം സ്നേഹം കാണിക്കുന്നത്, കരുണ കാണിക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി 99 കാരുണ്യം അള്ളാഹുവിന്റെ അടിമകളോട് കരുണ കാണിക്കാൻ ആഖിറത്തിലേക്ക് വേണ്ടി റബ്ബ് മാറ്റിവെച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.